ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 9, ശ്ലോക 1. സ്ഥിതഃ സഹ കമലോദ്ഭവതവഹീനാഭിപങ്കേരുഹേ കുതസ്വിത് ഇദം അംബുദൗ ഉദിതം ഇതി അനാലോകയൻ തദീക്ഷണഃ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനനഃ ചതുർവദനദാമഗാദ് വികസത് അഷ്ടദൃഷ്ട്യംബുജാ. സ്ഥിതഃ ഇരുന്നു കൊണ്ട്, സഹ അങ്ങനെ, കമലോദ്ഭവഃ കമലത്തിൽ ഉദ്ഭവിച്ച ആ ബ്രഹ്മാവ്, തവ ഭഗവാൻ വിഷ്ണു മഹാവിഷ്ണുവിൻ്റെ, ഹി അവിടെ തന്നെ, നാഭി പങ്കേരുഹേ നാഭിയിൽ നിന്നും കമലം ഉണ്ടായ ആ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു. കുതസ്വിത് എവിടെ നിന്നാണ്, ഇതം ഈ താമരപ്പൂവ്, അംബുദൗ സമുദ്രത്തിൽ, ഉദിതം ഉണ്ടായത്, ഇതി ഇന്ന്, അനാലോകയൻ മനസ്സിലാകാതെ, തദീക്ഷണ ഈ അവസരത്തിൽ, കുതൂഹലാത് കൗതുകത്തോടുകൂടി, പ്രതിദിശം നാലു ദിക്കിലേക്കും, വിവൃത്താനനഃ തിരിഞ്ഞ മുഖത്തോടുകൂടി, ചതുർവദനാം നാല് മുഖങ്ങളോടുകൂടിയ, അഗാധ് പ്രാപിച്ചു, വികസത് വിടർന്ന്, അഷ്ടദൃഷ്ട്യാംബുജാം താമരപ്പൂക്കൾക്ക് തുല്യമായ ആ 8 കണ്ണുകൾ. ഈ ദശകത്തിൽ ബ്രഹ്മാവിൻ്റെ ഈ തപസ്സിനെ കുറിച്ചും അതിനുശേഷം ലോകസൃഷ്ടിയെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഈ ശ്ലോകത്തിൽ ആ ഭഗവാൻ ബ്രഹ്മാവ് എങ്ങനെയാണോ ആ ഒരു മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും താമരത്തണ്ട് ഇങ്ങനെ പുറത്തേക്ക് സമുദ്രത്തിൽ നിന്നും വന്ന് ഉയർന്ന് ആ ഒരു മൊട്ടായി വന്ന് ആ ഒരു ചെറിയ ഇതളോടുകൂടി വിരിഞ്ഞ് വികസിച്ച് വലുതായതോടുകൂടി എല്ലാ ഇരുട്ടിനെയും മാറ്റാവുന്ന അത്രയും പ്രകാശത്തോടു കൂടി ആ ബ്രഹ്മാവ് ഉദിച്ചു നിൽക്കുന്ന ആ അവസ്ഥയിൽ ആ ബ്രഹ്മാവ് ആ താമരപ്പൂവിൽ ഇരുന്നു കൊണ്ട്, എവിടെ നിന്നാണ് ഈ താമരപ്പൂവ് ഉത്ഭവിച്ചത്, അതായത് സമുദ്രത്തിൻ്റെ അടിയിൽ അതിൻ്റെ സ്ഥാനം എവിടെ നിന്നാണ് എന്ന് ഒന്നും മനസ്സിലാവാതെ നാലു പുറത്തും അങ്ങനെ നോക്കി, 4 ദിക്കുകളിലും എവിടെ നിന്നാണ് എന്ന ഒരു അവസ്ഥ ചോദ്യത്തോടു കൂടി നോക്കി 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 ആ ബ്രഹ്മാവിന് 4 മുഖങ്ങൾ ഭവിച്ചു. അങ്ങനെ ആ 4 മുഖത്തിൽ നിന്നും 8 കണ്ണുകൾ, വളരെ താമരപ്പൂവ് പോലെ ഭംഗിയാകുന്ന അത്രയും മനോഹരമായ കണ്ണുകളോടുകൂടി ബ്രഹ്മാവ് എവിടെ നിന്നാണ് വന്നത്, എന്താണ് നടക്കുന്നതൊന്നും അറിയാതെ വളരെ കൗതുകത്തോടു കൂടി എല്ലാ സ്ഥലവും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിന്റെ വിവരണം. സ്ഥിതഃ സ കമലോദ്ഭവതവഹിനാഭിപങ്കേരുഹേ കുതസ്വിദിദം അംബുദൗ ഉദിതമിത്യനാലോകലോകയൻ തദീക്ഷണഃ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനനഃ ചതുർവദനദാമഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ.